ഷെയർ ക്യാപിറ്റൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ പോകുന്ന KSEB ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താണ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ടുന്ന 3 ടേംസ് ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്രത്തോളം ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് പൈസ സ്വരൂപിക്കാം, അതിന്റെ മാക്സിമം ലിമിറ്റിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആയിട്ടുള്ള MOA മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കും. ഇതാണ് ലിമിറ്റ്, ഇതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ്. ഇതിനു മുകളിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് പൈസ സ്വരൂപിക്കാൻ ഒരു കമ്പനിക്കും അവകാശമില്ല. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ എത്ര ഭാഗമാണോ ശരിക്കും കമ്പനി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിനെയാണ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയാണ്. എന്നാൽ അതിനകത്ത് നിന്ന് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് 9 കോടിയുടെ ഷെയർസ് മാത്രമാണ്, 9 കോടി വില മതിക്കുന്ന ഷെയർസ് മാത്രമാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 കോടിയാകുമ്പോൾ ഇഷ്യൂഡ് 9 crore മാത്രമാകുന്നു. The part of authorized capital which is issued to the general public അതിനെയാണ് issued capital എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ പ്രയോജനപ്രദമാകുന്ന വരാൻ പോകുന്ന KSEB ഡിവിഷണൽ അക്കൗണ്ടിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടുന്നതിനായി ടെക് PSC പുതിയതായി തുടങ്ങിയിട്ടുള്ള ബാച്ചിലേക്ക് ഏവരും ജോയിൻ ചെയ്യുക. താങ്ക് യു.